പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ IRIS ലാമൻ കൊച്ചിയിൽ അഭയം നൽകിയെന്ന വാർത്ത ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ ചൂടേകുകയാണ്. 183 ഇറാനിയൻ നാവികരെ ഇന്ത്യൻ നാവിക താവളത്തിൽ പാർപ്പിച്ചതും ശ്രദ്ധേയമാണ്. ഇറാൻ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് മാനുഷികപരവും നയതന്ത്രപരവുമായ പരിഗണനകളോടെ കേന്ദ്ര സർക്കാർ ഈ തീരുമാനം എടുത്തുവെന്നാണ് സൂചനകൾ. ഈ സംഭവത്തെ ചിലർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ വിദേശ നയത്തിന്റെ ഉദാഹരണമായി വിലയിരുത്തുമ്പോൾ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇതിന് പ്രതികൂല പ്രഭാവം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നയം ചരിത്രപരമായി സമതുലിത നയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായി തന്ത്രപ്രധാന ബന്ധം ശക്തിപ്പെടുത്തുമ്പോഴും മറുവശത്ത് ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായി പരമ്പരാഗത സൗഹൃദ ബന്ധം ഇന്ത്യ നിലനിർത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇറാനിയൻ കപ്പലിന് അഭയം നൽകിയത് അപ്രതീക്ഷിതമല്ല. കടൽപാതകളിലെ സുരക്ഷയും നാവികരുടെ ജീവൻ സംരക്ഷിക്കലും മുൻനിർത്തിയുള്ള മാനുഷിക തീരുമാനമായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. സംഘർഷ സമയങ്ങളിൽ മനുഷ്യാവകാശവും സുരക്ഷയും മുൻഗണന നൽകുന്ന രാജ്യമായി ഇന്ത്യയുടെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. മോദി സർക്കാരിന്റെ വിദേശ നയത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാനാവുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ആഗോളതലത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ